Yo, this is Karthikeyan and welcome back to my channel Karthikeyan 3 guys. അപ്പോൾ നമ്മൾ നോക്കാം വെച്ചാല് പോക്കോ F7 പറ്റിയാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് 24 ജൂൺ ആണ്, പക്ഷെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് 25 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ 24 ജൂണിന് ഇന്ന് ഇറങ്ങിയ സ്മാർട്ട് ഫോൺ ആണ് ഗൈസ്. അപ്പോൾ പറയുകയാണെങ്കിൽ സ്മാർട്ട് ഫോൺ വെച്ചാൽ ഗെയിമിംഗ് ഓറിയന്റഡ് ആയ സ്മാർട്ട് ഫോൺ ആണ്. പോക്കോന്റെ F സീരീസ് അപ്പോൾ ഗെയിമിംഗ് ഓറിയന്റഡ് ആയ സ്മാർട്ട് ഫോൺ തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് നേരെ അതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് കടക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഗ്ലാസ് ബാക്ക് ആണ്, അലൂമിനിയം ഫ്രെയിം ആണ്, പിന്നെ IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. അത് നല്ല സംഭവമാണ്. ഗ്ലാസ് ബാക്കും അലൂമിനിയം ഫ്രെയിം ഗുഡ്, പ്രീമിയം കാറ്റഗറി തന്നെയാണ്. പിന്നെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.83 ഇഞ്ചസിന് 120 ഹെർട്സിന് ആംബുലൻസ് ഡിസ്പ്ലേ ആണ്. പിന്നെ PWM ഡിമ്മിങ് വരുന്നുണ്ട്. ഡോൾബി വിഷൻ HDR10+, 7000 nits ടിപ്പിക്കൽ ബ്രൈറ്റ്നസ്, 1700 nits ഹൈ ബ്രൈറ്റ്നസ് മോഡ്, 3200 nits പീക്ക് ബ്രൈറ്റ്നസ്. പിന്നെ 68 ബില്യൺ കളേഴ്സ് ആണ്. ഞാൻ പറഞ്ഞത് 3840 ഹെർട്സ് PWM ഡിമ്മിങ് ആണ്. സംഭവിച്ച ചില ആൾക്കാർ രാത്രി ആംബുലൻസ് ഡിസ്പ്ലേസ് നോക്കുമ്പോൾ ഭയങ്കര ഒരു ഷട്ടറിങ് പോലെ ഇങ്ങനെ തോന്നും. അത് ചില ആൾക്ക് മൈഗ്രെയിൻ സ്ട്രെസ്സും ഇതൊക്കെ ആക്കും. അത് മാറ്റാൻ വേണ്ടി തന്നെയാണ് PWM ഡിമ്മിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്ര ഇത് ഇങ്ങനെ ആ ഷട്ടറിങ് പോലെ തോന്നില്ല. രാത്രി നൈറ്റ് നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ആക്കിടത്ത് അങ്ങനെ അത് പ്രശ്നമുള്ള ആൾക്കാർക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഇങ്ങനെ വല്ലാത്തൊരു പോലെ തോന്നുക, അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് PWM ഡിമ്മിങ് കൊടുത്തത്. പിന്നെ നമ്പർ പീക്ക് ബ്രൈറ്റ്നസ് നമ്മൾ HDR കണ്ടൻസ് ആണെന്നുള്ള ബ്രൈറ്റ്നസ് ആണ്, അല്ലാണ്ട് എല്ലാ സമയം ബ്രൈറ്റ്നസ് ഉണ്ടാവില്ല. 3100 സൈ ബ്രൈറ്റ്നസ് പോലെ നമ്മൾ സൺ ഡയറക്റ്റ് വെക്കുമ്പോൾ ബ്രൈറ്റ്നസ് ആണ്. പിന്നെ 700 nits നമ്മൾ റൂമിലേക്കുമുള്ള ലൈറ്റ് ഉള്ള അതാണ്. അപ്പോൾ നിങ്ങൾ 700 nits ആണ് ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് ഗസ്. പിന്നെ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 7 അതിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പൊ നല്ല പ്രൊട്ടക്ഷൻ ആണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ കേസും സ്ക്രീൻ പ്രൊട്ടക്ടർ ഇട്ടിച്ചില്ല നിങ്ങളെ ഫോണ് നല്ല എന്താ പറയുക പൊട്ടാൻ ഏത് ചാൻസ് ഉണ്ട്. ഗൊറില്ല ഗ്ലാസ് കോണിംഗ് ഗൊറില്ല 7 ആയി എന്ന് കുറച്ച് പൊട്ടൂല എന്നല്ല, പൊട്ടും. ഏത് ഗ്ലാസ് ആണ് പൊട്ടും. അപ്പൊ നിങ്ങൾ എന്തായാലും സ്ക്രീൻ പ്രൊട്ടക്ടറും കേസൊക്കെ ഉപയോഗിച്ച് മാത്രം ഫോൺ ഉപയോഗിക്കുക. പിന്നെ നമ്മൾ പ്രോസസ്സറിലേക്ക് എടുക്കുകയാണെങ്കിൽ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 8s Gen 4 സെയിം ചിപ്സെറ്റ് ആണ്. 8 എലൈറ്റിന്റെ കൂടെ ഒപ്പം നിൽക്കുന്ന ചിപ്സെറ്റ് ആണ് 8s Gen 4. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 8s Gen 3 കണ്ടിട്ടുണ്ട്. 8 Gen 3 ഇപ്പൊ 8 എലൈറ്റ്. അപ്പം 8s Gen 4 ഒന്നും പറയില്ല, ബെസ്റ്റ് ചിപ്സെറ്റ് ഇൻ ദിസ് കാറ്റഗറി. 8 എലൈറ്റിന്റെ കൂടെ ഒപ്പം നിൽക്കുന്ന ചിപ്സെറ്റ് ആണ്. അത്ര വരൂല, എന്നാലും അതിന്റെ ഒപ്പം നിൽക്കുന്ന ചിപ്സെറ്റ് ആണ്. അപ്പൊ നല്ല ചിപ്സെറ്റ് തന്നെയാണ്. 4 നാനോ ഫാബ്രിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അടിപൊളി തന്നെയാണ്. അപ്പം ചിപ്സെറ്റ് കാര്യങ്ങളൊന്നും പഠിക്കണം, നിങ്ങൾക്ക് എന്തായാലും അടിപൊളി ഗെയിമിംഗ് സംഭവങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. നല്ല ഗെയിമിംഗ് ആയിരിക്കും. പിന്നെ ഡേ ടു ഡേ ടാസ്ക് ഈസി ആയിട്ട് എടുക്കും. പ്രത്യേകിച്ച് ഗെയിമിംഗ് ഓറിയന്റഡ് ഇതിന്റെ ഇവന്റിൽ നിങ്ങൾ കണ്ടറിയാം ഗെയിമിങ്ങിനെ പറ്റിയാണ് കൂടുതലായി പറഞ്ഞത്. അപ്പം നിങ്ങൾ കോൾ ഓഫ് ഡ്യൂട്ടിയോ ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യയോ പെസ്സോ PES ഫുട്ബോളോ ഏത് എന്താ പറയുക ഗെൻഷൻ ഇമ്പാക്ട് ഏത് ഹൈ എൻഡ് ഗ്രാഫിക്സ് ഗെയിം കളിച്ചാലും ഇത് നല്ല രീതിയിൽ ഓടുന്നതായിരിക്കും. പിന്നെ അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ UFS 4.1 ആണ് ഇതിന്റെ സ്റ്റോറേജ് ടൈപ്പ്. പിന്നെ മെയിൻ ക്യാമറ നോക്കുകയാണെങ്കിൽ 50 MP നോർമൽ വൈഡ് ക്യാമറ വിത്ത് OIS ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. അപ്പം നിങ്ങൾക്ക് ഷേക്ക് ഫ്രീ വീഡിയോസ് ആൻഡ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. 8 MP അൾട്രാ വൈഡ് ക്യാമറ ആണ്. പിന്നെ മെയിൻ ക്യാമറ 4K 3060 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. 1080 3060 120 960 FPS ഒക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊന്നും ഒരു കുറവൊന്നും നൽകിയില്ല. പിന്നെ ഫ്രണ്ട് ക്യാമറ 20 MP നോർമൽ വൈഡ് ക്യാമറ, അവിടെ 4K റെക്കോർഡിംഗ് ഇല്ല. കോസ്റ്റ് കട്ടിംഗ് ആണ്. നല്ല ചിപ്സെറ്റ്, നല്ല ഡിസൈൻ, നല്ല എന്താ പറയുക ഡിസ്പ്ലേ ഒക്കെ കൊടുക്കും. ഇതൊരു കോസ്റ്റ് കട്ടിങ് വെച്ചാൽ കൂട്ടിയാൽ മതി. ഓക്കെ, കുഴപ്പമില്ല. 20 MP നോർമൽ സെൽഫി ക്യാമറ. എക്സ്ട്രാ ഫീച്ചേഴ്സ് നോക്കുകയാണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, ഹെഡ്ഫോൺ ജാക്കിൽ NFC ഉണ്ട്, പിന്നെ അണ്ടർ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്. ഓക്കെ, ഹെഡ്ഫോൺ ജാക്ക് ഇല്ലാത്ത വലിയ സർപ്രൈസ് ഒന്നുമില്ല. ഈ പ്രൈസ് റേഞ്ച് എന്തായാലും ഹെഡ്ഫോൺ ജാക്ക് ഒന്നും എനിക്ക് കിട്ടാനേ പോകുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ ബാറ്ററിയിലേക്ക് കിടക്കുകയാണെങ്കിൽ 7750 mAh ആണ് ഇന്ത്യൻ മോഡൽ വന്നിരിക്കുന്നത്. അപ്പം നോ വേർഡ്സ്. 2 days ഗെയിമിംഗ് ഒക്കെ ആണെങ്കിൽ 1 day, 2 days നോർമൽ യൂസ് എന്തായാലും നിൽക്കും 7750 mAh ആണെങ്കിൽ. പിന്നെ 90 വാട്ട്സിന്റെ വയർഡ് ചാർജിങ് ആണ്. അവർ പറഞ്ഞു വെച്ചാൽ 80% 30 minutes കൊണ്ടെത്തുന്നതാണ്. പിന്നെ റിവേഴ്സ് വയർഡ് ചാർജിങ് ഉണ്ട്, അത് 22.5 വാട്ടിന്റെ. അടുത്ത നമ്മൾ പ്രൈസിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ 12GB 256GB പ്രൈസ് ആണ് 29,999.
12 GB പ്ലസ് 512 GB പ്രൈസ് ആണ് 31,990. അപ്പൊ നിങ്ങൾ മാക്സിമം ഓഫേഴ്സ് എല്ലാം ബാങ്ക് ഓഫേഴ്സ് സാധാ ഓഫേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് തന്നെ വാങ്ങിക്കുക. അപ്പൊ എല്ലാം 12 GB തന്നെയാണ്. അപ്പൊ ഒന്നും പേടിക്കാനില്ല, നല്ല സ്റ്റോറേജ് ഉണ്ട്. അപ്പം 512 ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. വേണമെങ്കിൽ എൻ്റെ പേര് 256 ഇനഫ് ആയിരിക്കും അത് ഇതില്. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം Android 15 വരാൻ പോകുന്നത്, അതിന്റെ ഫയൽ സൈസ് ഒക്കെ നല്ല കൂടുതലായിരിക്കും. ഇനി വരാൻ പോകുന്ന ആപ്പ്, ഗെയിം, എല്ലാ സംഭവങ്ങളൊക്കെ ഫയൽ സൈസ് ഒക്കെ നല്ലോണം കൂടും. അപ്പൊ ഇനി എന്തായാലും പ്രോഗ്രസ് കൂടിയുള്ളൂ, കുറയാൻ പോകുന്നില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ ഫ്യൂച്ചർ പ്രൂഫിനാണ് എന്തായാലും 256 512 വേണമെങ്കിൽ 512 വാങ്ങാം. നിങ്ങൾ എന്തായാലും കുറെ വീഡിയോസ് എന്തായാലും എടുക്കാൻ പോകും. വീഡിയോ എടുക്കില്ല, ഫോട്ടോ എടുക്കില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്തായാലും ഫോണിൽ എടുക്കും, അത്ര എടുക്കും. നമ്മൾ എത്ര വീഡിയോ എടുക്കില്ല ഫോട്ടോ എടുക്കില്ല അവർ എടുക്കും. എന്തെങ്കിലുമൊക്കെ പർപ്പസിൽ എന്തായാലും എടുക്കുമായിരിക്കും വീഡിയോ ഫോട്ടോ ഒക്കെ. അപ്പൊ നമ്മള് എന്തായാലും 256 GB മതിയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ വേണം 512 GB വാങ്ങാം. ഇപ്പൊ പറയുകയാണെങ്കിൽ ബെസ്റ്റ് ഫോൺ ബെസ്റ്റ് ഫോൺ അണ്ടർ 30K അടിപൊളി ഫോണാണ്. ഗെയിമിങ്ങിന്റെ സീനാണ്, ഡിസൈൻ സീനാണ്, പിന്നെ ഡിസ്പ്ലേ സീനാണ്, ക്യാമറ കുഴപ്പമില്ല. ഓക്കെ, അൾട്രാവൈഡ് അത്ര വലിയ സംഭവം ഇല്ലെങ്കിൽ, വേറെ ടെലിഫോട്ടോ അങ്ങനെ സംഭവം ഒന്നും ഇല്ലെങ്കിലും ബാക്കിയെല്ലാം അടിപൊളി തന്നെയാണ്. ബാറ്ററി എസ്പെഷ്യലി 7750 mAh അത് തന്നെ മതി. അപ്പം ബെസ്റ്റ് ഫോണാണ്. അപ്പം നിങ്ങൾ എന്തായാലും കൺസിഡർ ചെയ്യുക. നിങ്ങളൊരു നോർമൽ യൂസർ ആണെങ്കിലും സാധാരണ ഡേ ടു ഡേ ടാസ്ക് ഒക്കെ ചെയ്യുന്നത്, അല്ലാണ്ട് ഗെയിമേഴ്സ് ആണെങ്കിൽ ഓഫ് കോഴ്സ് എന്തായാലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങൾ എന്തായാലും അണ്ടർ 30K സ്മാർട്ട് ഫോൺ വാങ്ങി ഇതെന്തായാലും നിങ്ങൾ എന്തായാലും നോക്കണം. ഈ സ്മാർട്ട് ഫോൺ എന്തായാലും നിങ്ങളെ ലിസ്റ്റിൽ വേണം. അപ്പോൾ ഇത്ര നമ്മൾ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ, സീ യു നെക്സ്റ്റ് ടൈം, പീസ്, ബൈ.